எதுக்காக என்ன கூப்பிட்டீங்க? एक कमिश्नर बहुत दिन के बाद दिखाई दिया। अरे कहाँ मर गए रे सब लोग? तो चाय लाओ, चल जल्दी। कैसा है? अच्छा है, इनसे मिलो, ये हमारा भाई है। நல்லா தெரியும். பாம்பேல இருக்கிற எல்லா வட்டி கடைகளுக்கும் இவர் தானே ஓனர். हाँ, सेठ के गोदाम में इसका धंधा चलता है। वो क्या है कि सेठ अभी कोर्ट ऑर्डर लेके गोदाम खाली करने आ रहा है। आज से तुम्हारा सिर्फ एक ही काम है, गोदाम खाली करने कोई भी आया उसे खत्म कर दो। बात समझ में आई? और अगर पुलिस आया, कमिश्नर संभालेगा। നിങ്ങൾ ചിട്ടി കമ്പനിയുടെ മാനേജറാണല്ലേ? യെസ് സാർ. ഇവിടെ മിക്ക മലയാളികളും ഞങ്ങളുടെ വരിക്കാരാണ്. ഏതാ നിങ്ങളുടെ കമ്പനി? ശ്രീ ഗുരുവായൂരപ്പൻ ചിറ്റ് ഫണ്ട്. ഓ, ഭഗവാന്റെ പേരിലാണല്ലേ? അങ്ങനെയാണല്ലോ സാർ. സുദർശൻ, ഗരുഡ, ഗോകുൽ. എന്താ ഇത്? പിരിച്ചത്. എന്തിന്? ഹഫ്ത. ഇത്രയും നാൾ അബ്ബാസിലാണല്ലോ വാങ്ങിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഇങ്ങോട്ടാണ് വരേണ്ടത്. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. ഏത്? അണ്ണാ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിലയുള്ളണ്ണാ. നിർത്തടാ. ഹഫ്ത പിരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കുറെ ചട്ടമ്പിമാര്. ഇതാണ് ഉദ്ദേശമെങ്കിൽ ഞാനും ആ അബ്ബാസ് അലിയായിട്ട് എന്താ വ്യത്യാസം? മേൽ ഹഫ്ത എന്നൊരു വാക്ക് ഈ തിരിവി കേട്ടുപോകരുത്. ഈ പിരിച്ചെടുത്ത പണം മുഴുവൻ അവർക്ക് കൊണ്ട് തിരിച്ചു കൊടുക്കാതെ എൻ്റെ മുമ്പ് വരരുത്. പോ. സാർ, നമ്മുടെ ചിട്ടിക്കാരി ചിട്ടി മട്ടി ഇറങ്ങിപ്പെടോ. മനുഷ്യനെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു കാര്യങ്ങളായിട്ട്. അങ്ങേടുത്ത് എന്തിനാ ചൂടാവാൻ പോയത്? ഞാൻ ആകെ ചമ്മി. ഞാൻ പറഞ്ഞിട്ടല്ലേ അങ്ങനെ വന്നത്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? ദാദറിലേക്കുള്ള സാധനം അയച്ചോ? പിന്നെ 70 കന്നാസ് നാരങ്ങി, 500 ലിറ്റർ മൂസാമ്പി, പിന്നെ പ്ലെയിൻ ചായ 500 ലിറ്റർ. സ്റ്റോക്ക് തികഞ്ഞില്ല. ഇന്ന് രക്ഷാബന്ധൻ ദിവസമല്ലേ, നല്ല ചെലവാ. ഓരോരുത്തരിങ്ങനെ. താഴെ തെരുവിലെ കുറെ പെണ്ണുങ്ങൾ വന്നിരിക്കുന്നു. എന്തിന്? നിന്റെ കയ്യിൽ രക്ഷ കെട്ടാൻ. കുറെ കാശ് കെട്ടാൻ കൊണ്ട് ചെല്ലേ. ഈ സേട്ടു നമ്മുടെ മുതലയാരുടെ വലം കൈയായിരുന്നു. ആ പക വെച്ച് അമർ സാബിന്റെ ആൾക്കാർ ഉപദ്രവിക്കുക. സേട്ടുവിന്റെ ഒരു ഗോഡൌൺ ഒഴിഞ്ഞു കൊടുക്കാൻ കോടതി വിധിയുണ്ട്. അതിന് കൈവശക്കാരൻ സമ്മതിച്ചിട്ടും അമർ സാബിന്റെ ആൾക്കാർ വിട്ടുകൊടുക്കുന്നില്ല. ഒഴിഞ്ഞു കൊടുക്കാൻ 10 ലക്ഷം രൂപ ചോദിക്കുക. അതിന് നമ്മളത് ഒഴിപ്പിച്ചു കൊടുക്കണം എന്ന്. പോലീസുകാരുടെ ജോലിയല്ലേ അതൊക്കെ? അല്ല, കോടതിയിൽ നിന്ന് പോലീസിനെയും ആമീനെയും അമറിന്റെ ഗുണ്ടാത്തലവൻ പാണ്ഡ്യ തല്ലി ഓടിച്ചു. നിനക്കെന്താ ഇത്ര താല്പര്യം? ഒരു നല്ല കാര്യത്തിനാണല്ലോ. ആ ഗോഡൌൺ ഒഴിപ്പിച്ച് ഒരു ഹോസ്പിറ്റൽ കെട്ടാനാണ് സേട്ടുവിന്റെ പ്ലാൻ. ഇവിടെ അടുത്തെങ്ങും ഒരു നല്ല ആശുപത്രി ഇല്ലല്ലോ. आप किसी तरह भी मुझे बचा लीजिए. ठीक है, आप जाइए, मैं देख लूंगा. मेरा नाम हरि है. लोग मुझे हरि अन्ना कहते हैं. हाँ, अपन ने भी सुना है. तो कामाटीपुरा का नया दादा है. देख, ये अपन का इलाका है. इधर आके खेलने का नहीं. क्या? ये जगह खाली कराने के हुकूमत का ऑर्डर है. मैंने सुना जो पुलिस ये लेके आया उसको तुमने मारा. सीधा तुम इस पे साइन कर दो, वरना मैं तुम्हें कराऊंगा. कराओ, देखूंगा तुम कैसे कराते. छोटा छोटा मणि 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 गोभी गोभी शहर शहर चिल्ला मत। अगर मैं चाहूं तो थोड़ी ही देर में इस जगह को तुम और तुम्हारे साथियों का शमशान घाट बना सकता हूं. भला इसमें है कि तुम ये जगह छोड़ दो, इस कागज पे साइन कर दो और दफा हो जाओ. चलो साइन करो. अन्ना ये लीजिए. എന്താ ഇത്? ഗോഡൌൺ പൊളിച്ച് ഹോസ്പിറ്റൽ പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിന് തയ്യാറായത്. ये पगार नहीं,
मेरी तरफ से एक तोहफा है। എനിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവനൊരു ജോലി കൊടുക്കണം. നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉള്ളതല്ലേ? ശേഖർ എഞ്ചിനീയറിംഗ് ക്ലാസ്സോടെ പാസ്സായതാണ്. क्यों नहीं? हरियाणा जो बोलेगा वो मैं करने के लिए तैयार हूँ, मगर ये तो आपको लेना ही पड़ेगा। പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാ നടുത്തുണ്ടം തിന്നണമെന്ന പ്രമാണം. വാങ്ങിക്കല്ലേ? ശരി, എടുത്ത് അകത്ത് വെച്ചേക്കാം. ദാ. अच्छा, मैं चलता हूँ। ये लीजिए कार्ड, कल ऑफिस में आके मिलना। जी। ഞാൻ ഹരിയേട്ടനോട് ചോദിച്ചോളാം. പിന്നെ ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. മണി അറിഞ്ഞോ, ഇവൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഇവനൊരു ജോലി കിട്ടി. വേണ്ട, ഞാൻ പോകുന്നില്ല, നിങ്ങളെയൊക്കെ വിട്ട്. ശേഖർ, തല്ലും കൊല്ലും കൊണ്ട് വലുതായവൻ്റെയൊക്കെ അവസാനം നമ്മൾ കണ്ടിട്ടില്ലേ? ആരുടെയെങ്കിലും കൈകൊണ്ട് ചാവും. എൻ്റെ കാര്യം പോട്ടെ, പക്ഷെ നിങ്ങളൊക്കെ രക്ഷപ്പെടണം. ഗുണ്ടകളാൻ വേണ്ടിയല്ലല്ലോ നമ്മളൊക്കെ മോഹിച്ചത്. തൂത്തും തുടച്ചും നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചത് എഞ്ചിനീയർ ആകാൻ വേണ്ടിയല്ലേ? ഞാൻ പറയുന്ന കേക്ക് ശേഖർ, നാളെ അയാളെ പോയി കാണൂ. പണിയൊക്കെ കിട്ടി നല്ലൊരു സുന്ദരി പെണ്ണിനെയൊക്കെ കല്യാണം കഴിച്ച് അമ്മയുടെ മുമ്പിൽ പോയി നിൽക്കണ്ടേ? सलाम। अरे काय का सलाम, क्या सलाम? साला महीना भर अपन से हफ्ता लेता है, अय्याशी के लिए छोकरी लेता है, फोकट का शराब पीता है. साला क्या मिलता है अपन को इसके बदले में? हाँ, भाग्या, ये पुलिस स्टेशन है। अरे काय का पुलिस स्टेशन? उधर साला हरियाणा हमारा दारू का अड्डा कब्जा किया. क्या किया तुम्हारा पुलिस? हाँ, അവൻകിட்ட കോർട്ട് ഓർഡർ ഇരുന്നത് अरे അതാണ്. काय का कोर्ट ऑर्डर तो राय जैसा तेरे को खरीदा ना, वैसा बंबई का सारा जज खरीद सकता. मैं समझा ना? देख दोराई, ये कोर्ट ऑर्डर बदल दे. मैं तेरे को 24 घंटे का टाइम देता है, 24 घंटे का. वो हरियाणा को अरेस्ट कर. ये अमर बखिया का रिक्वेस्ट नहीं, ऑर्डर है, समझा? എന്താ ഇത്? ഇത് ഇവിടത്തെ ഒരു ഏർപ്പാടാ. പെണ്ണിന് പുരുഷനെ ഇഷ്ടായാല് അത് പറയുന്ന ഒരു ടെക്നിക്കാ. പെൺപിള്ളേർക്കൊക്കെ അങ്ങ് പിടിച്ചു എന്നാ തോന്നണത്.